പിന്നണി ഗാനരംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ കൊച്ചിയുടെ സ്വന്തം ഗായകൻ വിപിൻ സേവർ ഇപ്പോൾ ഇരട്ടി സന്തോഷത്തിലാണ്. 18 വർഷം മുൻപ് പാടിയ ചോട്ടാ മുംബൈയിലെ ഗാനം വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് വിപിൻ. റിലീസിലൂടെ ചരിത്രം തീർത്ത ചോട്ടാ മുംബൈയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പാടിയ സംഗീതനെ നമ്മൾ ഹോട്ട് ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ച മറ്റൊരു കാര്യം, ഈ സിനിമയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ട് പാടിയ മറ്റൊരു ഗായകൻ കൂടി, ഒരു കൊച്ചിക്കാരൻ കൂടിയുണ്ട്. അയാളെയും കൂടി പരിചയപ്പെടുത്തണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിപിൻ സേവ്യർ. അപ്പോൾ എന്തായാലും വിപിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിയാലിറ്റി ഷോ താരമായിരുന്നു അദ്ദേഹം. പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് 35-ലധികം സിനിമകൾ, KGF മുതൽ അങ്ങനെ ഒരുപാട് സിനിമകളിൽ പാടിയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് വേദികളിലൂടെയൊക്കെ പരിചിതവുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ പാട്ട്, അതായത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ വിപിൻ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയത് ഈ വാസ്കോ ഡ ഗാമ എന്നുള്ള ഗാനത്തിലൂടെ തന്നെയാണ്. നമുക്ക് ആ പാട്ട് ആദ്യം ഒന്ന് കേൾക്കാം. കൗമാരം കടന്നവനേ നീ പൂനുള്ളാൻ വരുന്നതല്ലേ, കൗമാരം കടന്നവനേ നീ പൂനുള്ളാൻ വരുന്നതല്ലേ, ഒത്തിരി നീ നുള്ളല്ലേ, കൈവിരലോ നോവില്ല, ഇത്തിരി നീ നില്ല. അതിനുശേഷം പാടിയ പ്രധാനപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? പിന്നെ ട്രാഫിക്കിൽ പാടിയിട്ടുണ്ടായിരുന്നു, ഒപ്പം പാടിയിരുന്നു, സീനിയേഴ്സ് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈ ചോട്ടാ മുംബൈ കഴിഞ്ഞിട്ടൊരു ഒരു ബ്രേക്ക് കിട്ടിയത് തീർച്ചയായിട്ടും KGF ആണ്. 18 വർഷങ്ങൾക്ക് മുൻപ് ഒരു പാട്ട് പാടുക, അതിലൂടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് നിങ്ങൾ. പിന്നെ തിയേറ്ററിൽ ഇപ്പം റിലീസ് ചെയ്തപ്പോൾ നേരിട്ട് പോയി കണ്ടിരുന്നു, എന്തായിരുന്നു അപ്പം ഉണ്ടായിരുന്നത്? ഞാൻ ഫസ്റ്റ് ഡേ കണ്ടിരുന്നു. ഫസ്റ്റ് ഡേ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, ഒരുമിച്ച് കണ്ടു. പിന്നെ അതിൻ്റെ 3 പ്രാവശ്യം കണ്ടു. കൊച്ചിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതൊരിക്കലും ഫസ്റ്റ് കണ്ടപ്പോൾ പാട്ടായപ്പോൾ നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞായ സെൻറ്റിയാണ്. കാരണം നമ്മുടെ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ അന്നന്നുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പടം. പിന്നെ ഞാൻ ഒരു കൊച്ചിക്കാരനായതുകൊണ്ട് ആ ഒരു പാട്ട് എനിക്കെന്നും സ്പെഷ്യലാണ്. ഈ ലോകത്തിൽ ന്യൂ ഇയർ ആഘോഷമുള്ളിടത്തോളം കാലം ഈ പാട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി ഉണ്ട്. എല്ലാവരും ആ സമയം നമ്മളെ ഓർക്കും. അത് ഭയങ്കര സംഭവമാണ്. എന്താ പറയുക, 18 വർഷങ്ങൾക്കിപ്പുറം ഒരു വലിയ ഭാഗ്യം കിട്ടിയ ഒരു താരമാണ് വിപിൻ സേവ്യർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ചോട്ടാ മുംബൈയിലാകാനോ ഇപ്പം ഇത്രയും സിനിമകളിൽ പാടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നതും ഈ പാട്ട് കേട്ട് ആഘോഷമാക്കുന്നതൊക്കെ സത്യത്തിൽ ചോട്ടാ മുംബൈയിലെ പാട്ടുകളാണ്. അതുപോലെ ആളുകൾ ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ. കലാരംഗത്ത് സജീവമായിട്ട് നിൽക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യട്ടെ. നിഖിൽ പ്രമേഷ്, 24 കൊച്ചി.